അത് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ആ കണക്ക് ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞത്. ഞങ്ങൾ 13 തന്നെയാണ്, 13ൽ 13 പ്രതീക്ഷിച്ചത്. എന്നാലും ഞങ്ങൾ പറഞ്ഞിരുന്നു 11 എന്നുള്ളതിൻ്റെ താഴോട്ട് പോയില്ല എന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനങ്ങളുടെ ആഗ്രഹത്തിനോടൊപ്പമായിരുന്നു UDF നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ ഇത് തീരുമ്പോഴേക്കും 13ൽ 13 ആവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണുള്ളത്. കാരണം ഇനിയും ധാരാളം റൗണ്ടുകൾ എണ്ണാനുണ്ടല്ലോ ബാക്കി. എല്ലാം നമുക്ക് അനുകൂലമായിട്ട്, കാരണം ഒരുവിധം മന്ത്രിമാരെല്ലാം പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ. അതിൻ്റെ ഒരു ട്രെൻഡ് അതാണ്. ആ ട്രെൻഡിൽ കോഴിക്കോട് മാത്രമായി മാറി നിൽക്കേണ്ട ആവശ്യമില്ല. 13ൽ 13 ഇപ്പം മലപ്പുറത്ത് 16ൽ 16 ഇങ്ങനെ എല്ലാ ജില്ലകളും നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ ലീഗിന് കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളതിൻ്റെ അവിഭാജ്യ ഘടകമല്ലേ. അപ്പം ഞങ്ങൾ എന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് നേടിയിട്ടുള്ളൊരു വിജയമായിട്ടാണ് ഞങ്ങൾ അതിനെ പരിഗണിക്കുന്നുള്ളൂ. അവർ ഇനിയെങ്കിലും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ ഇടതുപക്ഷമുള്ള ഒരു സംസ്ഥാനം ഇല്ലാതെയായില്ലേ. ഇന്ത്യയിൽ നിന്നും ഇടതുപക്ഷം തൂത്തെറിയപ്പെട്ടിരിക്കുന്നു. അത് ഗുണകരമാണോ അല്ലയോ, അതിൻ്റെ കാരണം എന്താണ് എന്ന് വിലയിരുത്തേണ്ടത് അവരാണ്. പക്ഷേ നമ്മളിപ്പോൾ വളരെ എളുപ്പത്തിൽ ജയിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രശ്നം ഇത് ഞങ്ങൾ തോറ്റു എന്ന് ഇടതുപക്ഷത്തിനെ ബോധ്യപ്പെടുത്താൻ കുറച്ച് പണിയാണ്. അത് അവരിപ്പോൾ പുതിയ കണക്കൊക്കെ ആയിട്ട് വരും. അതെന്നുള്ളതാണ്. ശരിക്കും ജയിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷേ തോറ്റു എന്ന അവരെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസം.